നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾഡ് കോയിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ടെലഗ്രാമിൽ ഒരുപാട് ബോട്ട് ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റുന്നത്. അതായത് മൈനിങ് ചെയ്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസി നേടാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ പുതിയ ഒരു ഹോൾഡ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്നത് ടെലഗ്രാം വഴി എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ബോട്ട് ഓപ്പൺ ആയി വരും. നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന പ്ലേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു റോഡ് മാപ്പ് കാണിക്കുന്നുണ്ട്. ഈ ഒരു റോഡ് മാപ്പിൽ പറയുന്നത് ഹോൾഡ് കോയിൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്തത് തൊട്ടിട്ട് അവസാനം ലിസ്റ്റ് ആകുന്നത് വരെയുള്ള ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൈൻ ആൻഡ് റെഫറൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഇപ്പം നമുക്ക് മൈൻ ചെയ്യാനും അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയുന്നതാണ്. അതുവഴി നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനും ആ കോയിൻസ് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാനും സാധിക്കുന്നതാണ്. പ്ലേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഹോട്ട് റിവാർഡ് ടാസ്ക് എന്ന് പറഞ്ഞ് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഇവിടെ എനിക്ക് 559K കോയിൻസ് കാണിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും, പിന്നെ അതിങ്ങനെ കൂടി കൂടി വരുന്നതാണ്. സാധാരണ മൈൻ സ്പീഡ് ഇവിടെ 52.9 കാണിക്കുന്നുണ്ട്. ടോട്ടൽ മൈനിങ് സ്പീഡും ഇവിടെ കാണിക്കുന്നുണ്ട്. നടുവിലായി ഫ്രണ്ട്സ് മൈൻ ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻ ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് 52.9 കാണിക്കുന്നത്. അത് നമുക്ക് കൂട്ടാനും കഴിയുന്നതാണ്. അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോയിൻ എങ്ങനെയാണ് ഏൺ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. ഈ ഹോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അത് പിടിക്കുന്ന സമയത്ത് ഒരു കാന്തത്തിന്റെ പോലെ ബാക്കിയുള്ള കോയിൻസുകളൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കൂടുകയും ചെയ്യും. ആ കോയിൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് 2/150 എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടുന്നില്ല, അവിടെ ഉള്ള കോയിൻസുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് 2+2 എന്നുള്ളത് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ കൂടി കൂടി വരുന്നുണ്ട്. അത് 180 വരെ എത്തും. 180 ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ കോയിൻസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റിലീസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും അത് കൂടി വരും, 180 വരെ എത്തും. അത് നമുക്ക് കൂട്ടാനൊക്കെ കഴിയുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഏറ്റവും താഴെ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫുൾ എനർജി എന്ന് പറഞ്ഞ് ഇവിടെ റിക്കവർ 100% എനർജി എന്ന് കാണുന്നുണ്ട്. അത് ഓരോ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ട് 3 പ്രാവശ്യം ഫുള്ളാക്കാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ എനർജി എന്നുള്ളത് ഒന്ന് ഞാൻ ക്ലൈം ചെയ്തിട്ടുണ്ട്. അതാണ് 2/3 എന്ന് കാണിക്കുന്നത്. 3/3 ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുക. ക്ലൈം 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ അത് ക്ലൈം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ക്ലൈം ചെയ്തു. ഇപ്പോൾ 1/3 ആയി. ഇനി ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ക്ലൈം ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ബാക്കോട്ട് പോയി നോക്കുന്ന സമയത്ത് ഹോൾഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 180 എന്നുള്ളത് പെട്ടെന്ന് ആയിട്ടുണ്ട്, അതായത് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ അത് തീരുന്നവരെ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത്രയ്ക്കും കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് 0 വരെ എത്തുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് അത് കിട്ടണമെങ്കിൽ പിന്നെ റിലീസ് ചെയ്ത് കൊടുക്കുക. പിന്നെയും അതേപോലെ തന്നെ ലോഡായി വരണം. ഓക്കെ, അതേപോലെ തന്നെ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തത് കോയിൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാസീവ് കോയിൻ ഡ്രോപ്സ് ഇൻ 10 seconds എന്നാണ് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഞാൻ 1 എടുത്തിട്ടുണ്ട്, രണ്ടാമത്തത് എടുക്കാൻ പോവുകയാണ്. ക്ലൈം 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഹോൾഡിൽ പോയി നോക്കുന്ന സമയത്ത് ഈ വരുന്ന കോയിൻസുകൾ കോയിൻ സ്റ്റോം ഈസ് അപ്രോച്ചിങ് എന്ന് പറഞ്ഞ് കണ്ടോ, ഇത് സ്പീഡ് കൂടുന്നതാണ്. +4 എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ
എടുക്കാൻ സാധിക്കുന്നതാണ് ഈ കോയിൻസ് ഒക്കെ. ഓക്കെ, അതേപോലെ ബൂസ്റ്റിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. നേരെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് മൾട്ടി വാല്യൂ എന്ന് പറയുന്ന ഒരു ബൂസ്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ലെവല് അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കോയിൻസ് കൊടുക്കണം. 1250 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ്. ലെവൽ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലെവൽ 3ലേക്ക് മാറിയിട്ടുണ്ട്. നേരെ ഹോൾഡിൽ വന്ന് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് +2 എന്നുള്ളത് +3 ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമുക്ക് ഓരോ പോയിന്റുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും നമുക്ക് ലെവൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും +1 കൂടെ കൂടുന്നതാണ്. ഓരോ ലെവലിലും +1 ഈച്ച് ലെവൽ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. എനർജി ലിമിറ്റ് പറയുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എനർജി ലിമിറ്റും 500 കോയിൻസ് കൊടുത്ത് +300ലേക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. ലെവൽ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഹോൾഡിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ 180 എന്നുള്ളത് ഇപ്പം 480 ആയിട്ടുണ്ട്. ഓക്കെ, ബൂസ്റ്റ് തന്നെ വീണ്ടും പോകുന്നു. ഫിൽ റേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കോയിൻ ഫില്ല് ചെയ്യുന്നതിന്റെ സ്പീഡാണ് പറയുന്നത്. ലെവൽ അപ്പ് ചെയ്യുന്നു. നേരെ ഹോൾഡിൽ വന്ന് ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് +1 ആയിട്ട് കൂടുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നിങ്ങളുടെ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുള്ള ആളുകളെ ഇവിടെ കാണിക്കും. ഡയറക്റ്റ് റെഫർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് റെഫർ എന്ന് പറയുന്നത് അവർ സുഹൃത്തുക്കളെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്യാനും അതേപോലെ തന്നെ നേരിട്ട് ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഏൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി റിവാർഡുകൾ വരുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഇപ്പം 3 ദിവസമായി ഞാനിത് തുടങ്ങിയിട്ട് ഓരോ ദിവസവും നമുക്ക് റിവാർഡുകൾ കിട്ടുന്നുണ്ട്. അത് ക്ലൈം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലൈം ഹോൾഡ് കോയിൻ റിവാർഡ് എന്നുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരെ താഴെ കാണുന്ന ക്ലൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഭാഗം വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുത്താൽ മതി. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് അടിക്കാം. അപ്പോൾ ഇന്നത്തെ ഡെയിലി റിവാർഡും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ടാസ്ക് ആണ്. ഈ ഓരോ ടാസ്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഓരോ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ. അപ്പോൾ അത് ടിക്കായിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ഫാം ഗോ എന്ന് പറയുന്നത് ടിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ജോയിൻ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഹോൾഡ് കോയിൻ്റെ ചാനലാണ്. അത് ഞാൻ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പിറകോട്ട് അടിച്ച് നമ്മൾ പ്ലേ നൗ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് അത് ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാലും കാണിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഓപ്ഷനുകളാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ മൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കാര്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ. അത് മൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുടെ പേരുകൾ കാണുന്നുണ്ടാകും. ഓരോ ക്രിപ്റ്റോ കറൻസിയും നിങ്ങൾ ലെവൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് പെർ ഹവറും ടോട്ടൽ കൂടുന്നതാണ്. ടോട്ടൽ മൈൻ ഏണിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു USDT എന്ന് പറയുന്ന ഈ ഒരു ക്രിപ്റ്റോയുടെ ലെവൽ 13 നിലവിലുള്ളത്. അതിൽ പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നത് +9273 അത് ജസ്റ്റ് 39.9K ഞാൻ കൊടുത്താൽ എനിക്ക് വീണ്ടും അത് കൂടുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ലെവൽ 13 ഉള്ളത് 14ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഗോ എഹെഡ് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 11.8K ആണ് ഇനി അടുത്ത ലെവലിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പൊ പെർ ഹവർ നമുക്ക് ഇത്രയും ഇവിടെ ഏണിങ്സ് കിട്ടുന്നതാണ്. ജസ്റ്റ് ഓരോന്നും അതേപോലെ തന്നെ അതിന്റെ ഏണിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്.
എത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ട കോയിൻസും ഇവിടെ കാണിക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് ഗോ ഹെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ വരുന്നതാണ്. ഇതിൽ ഇപ്പോൾ ആദ്യത്തത് മേജർ എന്ന് പറയുന്നതിൽ 10 എണ്ണമാണുള്ളത്. ഇവിടെ 10 എണ്ണത്തിൽ ചിലത് നമുക്ക് ലോക്കായി കിടക്കുന്നുണ്ടാകും. ഇവിടെ BTC എന്ന് പറയുന്നത് ലോക്കായി കിടക്കുകയാണ്. അപ്പൊ ഇതിൽ 9 എണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പൊ തുറന്നു കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ 10ാമത്തതും നമുക്ക് ലോക്ക് തുറക്കണമെങ്കിൽ അതിന്റെ താഴെ ഒരു ടാസ്ക് പറയുന്നുണ്ട്. TRX ലെവൽ 17 ആക്കി കഴിഞ്ഞാലാണ് ഈ ഒരു BTC എന്ന് പറയുന്നത് തുറന്നു കിട്ടുന്നത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ TRX എന്ന് പറയുന്നത് ഉണ്ട്. അത് ഇപ്പോ ലെവല് കാണിക്കുന്നത് 16 ആണ്. അത് 17ലേക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഗോ ഹെഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അത് 17ലേക്ക് മാറുകയും ചെയ്തു. അതിനുള്ള പ്രോഫിറ്റ് പെർ അവർ നമുക്ക് കൂടുകയും ചെയ്തു. അതേപോലെ BTC എന്നുള്ളത് തുറന്നു കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ഗോ ഹെഡ് കൊടുത്താൽ അതും ഇതേപോലെ തന്നെ നമുക്ക് അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോഫിറ്റ് പെർ അവർ കൂടും. മുകളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഇവിടെ മേജർ എന്നുള്ളത് 10ഉം ഓണായി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഡെഫി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുറെ ക്രിപ്റ്റോകൾ നമുക്ക് കാണുന്നുണ്ടാകും. ഇവിടെയും കുറെ എണ്ണം ലോക്കായി കിടക്കുന്നുണ്ട്. അതും നമുക്ക് തുറക്കണമെങ്കിൽ അതിന്റെ തൊട്ട താഴെയുള്ള ആ ഒരു ടാസ്ക് എന്താണ് എന്നുള്ളത് നോക്കുക. അത് പോയി നമുക്ക് ലെവല് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും തുറന്നു കിട്ടുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് 4 ഓപ്ഷനുകളാണ് ഏറ്റവും മുകളിലുള്ളത്. മേജർ, ഡെഫി, ഗെയിംഫൈ, മീം. ഇത്തരത്തിൽ 4 എണ്ണമാണ് നമുക്കുള്ളത്. അതിൽ ഓരോന്നും നമുക്ക് 10 എണ്ണത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ലോക്ക് തുറന്നാൽ അതിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനും സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് മൈൻ സ്പീഡ് 60.9 ആയി മാറിയിട്ടുണ്ട്. ഇനിയും ഇത് ഓരോന്നും നമ്മൾ കൂട്ടുന്ന സമയത്ത് ലെവൽ കൂട്ടുന്നതിനനുസരിച്ച് മൈൻ സ്പീഡ് വീണ്ടും വീണ്ടും കൂടുന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാ കോയിൻസുകളും ഇവിടെ കാണുന്നുണ്ടാകും. ഷിബ് എന്ന് പറയുന്ന ഈ കോയിൻസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കോയിൻസുകൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോയിൻസുകൾ പോലും ഇതിൽ കാണിക്കുന്നുണ്ടാകും. നമുക്ക് അറിയാം ടെലഗ്രാമിന്റെ കോയിൻ ആയിട്ടുള്ള ടോൺ കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. USDC വന്നിട്ടുണ്ട്. USDT ഉണ്ട്. എത്ത് എന്ന് പറയുന്ന ഈ ഒരു കോയിനും ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇവിടെ ഫ്രണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. 3 ദിവസമായിട്ടേ ഉള്ളൂ. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഫുള്ള് നമുക്ക് കിട്ടുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഈ ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രിപ്റ്റോയെ കുറിച്ചും മൈനിങ്ങിനെ കുറിച്ചും പറയുന്ന നമ്മുടെ ഒരു ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനലും ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. ഡെയിലി അപ്ഡേറ്റ് അതിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.